മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ ഡൗൺലോഡ് നൗ. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പ്രണയപ്പകയിൽ ക്യാമ്പസിൽ അരിങ്കൊല. പാലാ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിനിയെ സഹപാഠി കഴുത്തറുത്ത് കൊന്നു. മരിച്ചത് തലയോലപ്പറമ്പ് സ്വദേശിനി നിധിനമോൾ. കൊലപാതക അഭിഷേക് കസ്റ്റഡിയിൽ. പ്രണയത്തിന്റെ പേരിലുള്ള കൊലപാതകത്തിൽ ഇടപെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ക്യാമ്പസുകളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്ന് മന്ത്രി ആർ ബിന്ദു. ലൈംഗിക അതിക്രമം തടയാനുള്ള നിയമങ്ങൾ സംബന്ധിച്ച് ക്ലാസുകൾ നടത്തുമെന്നും മന്ത്രി. നിതിനയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകമെന്ന് പ്രതി അഭിഷേക് പോലീസിനോട്. ക്രൂരകൃത്യം ചെയ്യുമ്പോഴും അഭിഷേകിന് ഒരു കൂസലുമില്ലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ. അഭിഷേകുമായുള്ള പ്രശ്നം അറിയില്ലായിരുന്നുവെന്ന് നിതിനയുടെ ബന്ധുക്കൾ. പ്രണയത്തെക്കുറിച്ച് സൂചന ലഭിച്ചിരുന്നുവെന്ന് അഭിഷേകിന്റെ പിതാവ്. കോവിഡ് ബാധിച്ച് മരിച്ചവർക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സഹായം. 7,274 കോടി അനുവദിച്ചു. ഇന്ത്യയുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കാത്ത ബ്രിട്ടന് മറുപടി. ബ്രിട്ടീഷ് പൗരന്മാർക്ക് 10 ദിവസത്തെ ക്വാറന്റീൻ നിർബന്ധമാക്കി. സംസ്ഥാനത്ത് 13,834 പേർക്ക് കൂടി കോവിഡ്. 95 മരണം. PV അൻവർ MLA കക്കടാമ്പൊയിൽ റിസോർട്ടിലെ തടയണകൾ പൊളിക്കും. നടപടി തുടങ്ങിയെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് അധികൃതർ. PV അൻവറിനെതിരായ ക്രഷർ തട്ടിപ്പ് കേസിൽ സമ്പൂർണ്ണ കേസ് ഡയറി ഹാജരാക്കണമെന്ന് മഞ്ചേരി CGM കോടതി. KT ജലീലിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. ബന്ധു നിയമനത്തിലെ ലോകായുക്ത ഉത്തരവിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി കോടതി പരിഗണിക്കാത്തതിനെ തുടർന്ന് പിൻവലിച്ചു. ലോകായുക്തയുടെ കണ്ടെത്തൽ ബന്ധുവിനെ നിയമിച്ച പശ്ചാത്തലത്തിലായിരുന്നുവെന്ന് കോടതി. മോൺസൺ മാവുങ്കൽ വിവാദത്തിൽ K സുധാകരനെ തൽക്കാലം ഉന്നം വെക്കേണ്ടെന്ന് CPIM തീരുമാനം. അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. K സുധാകരന്റെ വിശദീകരണത്തിൽ വ്യക്തതയില്ലെന്ന് A വിജയരാഘവൻ. മോൺസന്റെ വീട്ടിൽ പുരാവസ്തു വകുപ്പിന്റെ പരിശോധന. പുരാവസ്തു തട്ടിപ്പ് സോളാർ കേസിന് തുല്യമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹം. തട്ടിപ്പിന് ഇടനിലനിന്നത് ലോക കേരള സഭയിലെ വനിതയെന്നും ആരോപണം. BJPക്കെതിരായ പോരാട്ടത്തിൽ ഇപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പമെന്ന് കനയ്യകുമാർ 24നോട്. കോൺഗ്രസിൽ ചേർന്നത് ഇന്ത്യ എന്ന ആശയത്തെ തകർക്കുന്ന കേന്ദ്രത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താൻ. താൻ വഞ്ചിച്ചെന്ന CPI ജനറൽ സെക്രട്ടറി D രാജയുടെ പ്രതികരണം സ്വാഭാവികമെന്നും കനയ്യകുമാർ. എയർ ഇന്ത്യയുടെ നിയന്ത്രണാധികാരം ടാറ്റ ഗ്രൂപ്പിന്. തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. ഓപ്പൺ ബിഡിൽ ടാറ്റ ഗ്രൂപ്പ് പിന്നിലാക്കിയത് സ്പൈസ് ജെറ്റിനെ. മലയാളം സർവകലാശാലയുടെ ഭൂമി ഇടപാടിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ട് കോഴിക്കോട് പ്രത്യേക വിജിലൻസ് കോടതി. നടപടി പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ നൽകിയ ഹർജി. പാർട്ടി സ്ഥാപനങ്ങളിലെ ചുമതലകളിൽ നിന്നൊഴിഞ്ഞ രമേശ് ചെന്നിത്തല. ജയ്ഹിന്ദ്, വീക്ഷണം, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയിലെ പദവികൾ രാജിവെച്ചു. K കരുണാകരൻ ഫൗണ്ടേഷന്റെ തലപ്പത്തെ പദവിയും ഒഴിയുകയാണെന്ന് രമേശ് ചെന്നിത്തല. മുട്ടിൽ മരമുറിക്കൽ കേസിൽ വനവകുപ്പ് മേധാവിയെ തിരുത്തി മന്ത്രി. ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്ത നടപടി മരവിപ്പിച്ചു. പ്രതികളെ സഹായിച്ചതിന് സസ്പെൻഷനിലായവരെ തിരിച്ചെടുക്കുന്നത് പരിശോധനയ്ക്ക് ശേഷം മാത്രം മതിയെന്ന് നിർദ്ദേശം. കർഷകരുടെ ദേശീയപാത ഉപരോധത്തെ വിമർശിച്ച് സുപ്രീം കോടതി. അതിരുകടക്കുന്ന സമരമാർഗം ഡൽഹിയുടെ കഴുത്ത് ഞെരിക്കുകയാണെന്ന് ജസ്റ്റിസ് AN ഖാൽവിക്കർ. കോടതിയുടെ വിമർശനം ജന്തർ മന്ദറിൽ പ്രക്ഷോഭം നടത്താൻ അനുമതി നൽകണമെന്ന കിസാൻ മഹാപഞ്ചായത്തിന്റെ ഹർജി. കോയമ്പത്തൂരിൽ മലയാളി വിദ്യാർത്ഥിയെ റാഗിങ്ങിനിരയാക്കി. റാഗിംഗ് തടയാൻ ശ്രമിച്ചപ്പോൾ മർദ്ദിച്ചെന്നും വിദ്യാർത്ഥിയുടെ മൊഴി. കേസിൽ 4 മലയാളികൾ അറസ്റ്റിൽ. കൊല്ലം കൊട്ടാരക്കര ചെമ്പൻ പൊയ്കയിൽ CPIM ബ്രാഞ്ച് സമ്മേളനത്തിനിടയിൽ കയ്യാങ്കളി. പ്രവർത്തകർ ഏറ്റുമുട്ടിയത് അംഗത്വമില്ലാത്തവർ സമ്മേളനത്തിനെത്തിയെന്നാരോപിച്ച്. കയ്യാങ്കളിക്കിടെ പ്രവർത്തകൻ കത്തിയെടുത്തു. തിരുവനന്തപുരത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ASIയെ CI കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. നെടുമങ്ങാട് CI രാജേഷിനെതിരെ ഫോർട്ട് പോലീസിൽ പരാതി നൽകിയത് ASI ജവഹർ. കയ്യേറ്റത്തിൽ കലാശിച്ചത് വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കം. കോട്ടയം ഏറ്റുമാനൂരിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. ഓണം തുരുത്ത് ചിത്രാഞ്ജലിയിൽ ഉണ്ണികൃഷ്ണൻ പിഷാരടിയാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് കാറിലും മറ്റൊരു ബൈക്കിലും ഇടിച്ചാണ് അപകടം. കോഴിക്കോട് ബീച്ചിൽ ഞായറാഴ്ച മുതൽ പ്രവേശനം. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. കൾച്ചറൽ ബീച്ച്, പ്രധാന ബീച്ച് എന്നിവിടങ്ങളിൽ രാത്രി 8 മണി വരെയാണ് പ്രവേശനം. ക്ഷീരകർഷകർക്ക് ആദായ നികുതി ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ നേരിട്ട് എതിർപ്പറിയിച്ച് കേരളം. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറുമായി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി കൂടിക്കാഴ്ച നടത്തി. തൃശൂരിൽ മയിലുകളോട് ക്രൂരത. 2 മയിലുകളെ വലയിലാക്കി അടിച്ചു കൊന്നു. സംഭവത്തിൽ ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് തൃശൂർ രാമവർമ്മപുരം വിയാനി ഭവൻ ഡയറക്ടർ ഫാദർ ദേവസി പന്തലുകാരൻ.
പാർട്ടിക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിച്ചുവെന്ന് കോൺഗ്രസ് വിട്ട സോളമൻ അലക്സ് പലവട്ടം സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ നിരാശയുണ്ടായി. നിരാശനായാണ് രാജിവെച്ചതെന്നും CPIM-ൽ ചേരുമെന്നും സോളമൻ അലക്സ്. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ തകർച്ച കേരളത്തിലും പ്രതിഫലനം ഉണ്ടാക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. ജനാധിപത്യത്തിനു വേണ്ടി ശബ്ദമുയർത്തിയവരെ കോൺഗ്രസ് നിശബ്ദരാക്കുന്നു. ഇനിയും ധാരാളം കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് ഇടതുപക്ഷത്തേക്ക് വരുമെന്നും A. വിജയരാഘവൻ. കണ്ണൂർ ഊരത്തൂരിലെ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സംസ്കരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത്. കേരളത്തിലേക്ക് പോകാൻ അനുമതി നൽകണമെന്ന മദനിയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി. കർണാടക സർക്കാരിന്റെ എതിർപ്പിനെ തുടർന്നാണ് നടപടി. കേസ് വിചാരണ ഘട്ടത്തിലെന്ന് കർണാടക സർക്കാർ. ED ഉദ്യോഗസ്ഥർക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ ഉത്തരവിനെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. മുൻ ചീഫ് സെക്രട്ടറി CP നായർ അന്തരിച്ചു. അന്ത്യം 81 വയസ്സിൽ തിരുവനന്തപുരത്തെ വസതിയിൽ. ഭരണപരിഷ്കാര കമ്മീഷൻ അംഗമായിരുന്നു. എഴുത്തുകാരനെന്ന നിലയിലും ശ്രദ്ധേയൻ. സംസ്കാരം നാളെ 11 മണിക്ക്. കേരള പോലീസിന്റെ പ്രവർത്തനത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തയ്യാറാകണമെന്ന് PT തോമസ് MLA. ലോക്നാഥ് ബെഹ്റ DGP അതിനുശേഷമുള്ള നടപടികൾ പരിശോധിക്കണമെന്ന ആവശ്യം. തിരുവനന്തപുരം കിളിമാനൂരിൽ +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവാവ് പിടിയിൽ. പോങ്ങാട് സ്വദേശി ജിഷ്ണുവാണ് പിടിയിലായത്. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചതിനെ തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട്. പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ദമ്പതികൾ ആത്മഹത്യ ചെയ്ത നിലയിൽ. തെക്കേച്ചാലിൽ ആണ്ടിക്കുട്ടി, ഭാര്യ നാരായണി എന്നിവരാണ് മരിച്ചത്. അടൂർ ഏനാദിമംഗലത്ത് ഇടിമിന്നലേറ്റ് 6 പേർക്ക് പരിക്ക്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഇടിമിന്നലേറ്റത്. പരിക്കേറ്റവരെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം വാഴക്കാട് ഷാക്കിറ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ. ഷാക്കിറയുടെ ഭർത്താവ് ഷമീറാണ് പിടിയിലായത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ മാവൂരിൽ നിന്നാണ് പിടികൂടിയത്. ദേശീയവാർത്ത. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 26,777 കോവിഡ് കേസുകളും 277 മരണവും. രോഗമുക്തി നിരക്ക് 97.86%. 9 തമിഴ്നാട് ഉന്നത ഉദ്യോഗസ്ഥർ കോടതി ലക്ഷ്യത്തിൽ കുറ്റക്കാരെന്ന് സുപ്രീം കോടതി. പൊതുമരാമത്ത് വകുപ്പിലെ സീനിയോറിറ്റി പട്ടിക പുനഃക്രമീകരിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിലാണ് നടപടി. സിവിൽ ഏവിയേഷൻ സെക്രട്ടറിയായി രാജീവ് ബൻസാൽ ചുമതലയേറ്റു. മുൻപ് എയർ ഇന്ത്യ ചെയർമാനായി ചുമതല വഹിച്ചിരുന്നു. സെപ്റ്റംബറിൽ രാജ്യത്തെ GST വരുമാനം 1,17,010 കോടി രൂപ. തുടർച്ചയായി 3ാമത്തെ മാസമാണ് GST വരുമാനം 1 ലക്ഷം കോടി കടക്കുന്നത്. സ്കൂൾ തുറക്കുന്നതിൽ രക്ഷിതാക്കളുടെ യോഗം വിളിച്ച് മുംബൈ മേയർ കിഷോരി പട്നേക്കർ. 8 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. രാജ്യത്ത് സ്വച്ഛ് ഭാരത് 2ാം ഘട്ട പദ്ധതിക്ക് തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയിലൂടെ എല്ലാ നഗരങ്ങളും മാലിന്യമുക്തമാക്കുക ലക്ഷ്യം. ഇന്ത്യയിൽ 3 മാസത്തിനിടെ മഴക്കെടുതിയിൽ റിപ്പോർട്ട് ചെയ്തത് 435 മരണം. ഇടിമിന്നലേറ്റ് മരിച്ചത് 240 പേർ. റിപ്പോർട്ട് പുറത്തുവിട്ട് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ജമ്മുകശ്മീരിലെ കുൽഗാമിലെ ഗാസിഗുണ്ട് ചെക്ക് പോസ്റ്റിൽ വൻ ആയുധ ശേഖരവുമായി 3 പേർ പിടിയിൽ. ഇന്ത്യൻ സൈന്യവും കുൽഗാം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ആയുധങ്ങൾ പിടികൂടിയത്. തുടർച്ചയായ 4ാം ദിവസവും ഓഹരി സൂചികകൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 360.78 പോയിന്റ് നഷ്ടത്തിൽ 58,765.58-ലും. നിഫ്റ്റി 86.20 പോയിന്റ് താഴ്ന്ന് 17,532-ലും വ്യാപാരം അവസാനിപ്പിച്ചു. കർഷക പ്രക്ഷോഭത്തിൽ കേന്ദ്രം ഇടപെടണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യം അറിയിച്ചു. അന്താരാഷ്ട്ര വാർത്തകൾ. ലോകത്ത് പ്രതിവാര കോവിഡ് കേസുകളിൽ കുറവെന്ന് ലോകാരോഗ്യ സംഘടന. കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് 10% കുറവെന്ന് റിപ്പോർട്ട്. സിറിയയിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ അൽ ഖയ്ദ നേതാവ് കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകൾ. സെപ്റ്റംബർ 20 നടന്ന ആക്രമണത്തിൽ സലീം അബു അഹമ്മദ് എന്ന നേതാവാണ് കൊല്ലപ്പെട്ടതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പകുതി രാജ്യങ്ങളിലും വാക്സിനേഷൻ 2% കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന. സെപ്റ്റംബറിൽ ആഫ്രിക്കയിലെത്തിയത് 23 ദശലക്ഷം വാക്സിൻ. ആഫ്രിക്കയിലെ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ 35% കുറവ് രേഖപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകൾ. 1 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ഫുട്ബോൾ ഇതിഹാസം പെലെ ആശുപത്രി വിട്ടു.
ട്യൂമർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പെലയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് മെഡിക്കൽ ടീം. ചികിത്സാവേളയിൽ പിന്തുണ നൽകിയവർക്ക് നന്ദി അറിയിച്ച് താരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശ്രീലങ്കയിൽ 1.5 മാസം നീണ്ടുനിന്ന രാജ്യവ്യാപക ലോക്ഡൌൺ പിൻവലിച്ച സർക്കാർ. തീരുമാനം പ്രതിദിന കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിൽ. ലോക്ഡൌണിനെ തുടർന്ന് രാജ്യം നേരിട്ടത് കടുത്ത പ്രതിസന്ധിയെന്ന സർക്കാരിന്റെ വിലയിരുത്തൽ. ലോകത്ത് പകർച്ചപ്പനി പൊട്ടിപ്പുറപ്പെട്ടാൽ കോവിഡിനേക്കാൾ മാരകമായ അവസ്ഥയായിരിക്കും അഭിമുഖീകരിക്കേണ്ടി വരികയെന്ന് സാംക്രമിക രോഗവിദഗ്ധർ. ലോകത്ത് ഇൻഫ്ലുവൻസ പകർച്ചപ്പനി ബാധിച്ച് വർഷത്തിൽ 6,50,000 പേർ വരെ മരിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവുകളുമായി മൗറീഷ്യസ്. സന്ദർശകർക്കായി അതിർത്തികൾ തുറന്നു. നിയന്ത്രണങ്ങളിൽ ഇളവ് ടൂറിസം മേഖലയെ ഉയർത്തുമെന്ന് മന്ത്രി സ്റ്റീവൻ ഒബീഗഡു. ഓസ്ട്രേലിയ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ മാറ്റി. നീക്കം ഫ്രാൻസുമായുള്ള അന്തർവാഹിനി കരാർ റദ്ദാക്കാനുള്ള ഓസ്ട്രേലിയൻ തീരുമാനത്തിന് പിന്നാലെ. ഫിലിപ്പൈൻസിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ബോക്സിംഗ് സൂപ്പർ താരം മാനി പാക്യാവോ. താരം ബോക്സിംഗിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം. ഓസ്ട്രേലിയയിൽ അതിർത്തികൾ ഉടൻ തുറക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചത് 18 മാസം മുൻപ്. വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഓസ്ട്രേലിയക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാം. നോക്കാം ജില്ലാ വാർത്ത. തിരുവനന്തപുരത്ത് വൻ കഞ്ചാവ് വേട്ട. കാട്ടാക്കടയിൽ നിന്ന് എക്സൈസ് കമ്മീഷണറുടെ തെക്കൻ മേഖലാ സ്ക്വാഡ് പിടികൂടിയത് 187 കിലോ കഞ്ചാവ്. പ്രതികൾക്കായി തെരച്ചിൽ. ചവറ IRE കമ്പനിയിൽ ആശ്രിത നിയമനത്തിൽ വേർതിരിവ് നടത്തുന്നുവെന്നാരോപിച്ച് IRE മിനറൽ ഡിവിഷൻ എംപ്ലോയീസ് യൂണിയൻ സമരം നടത്തി. പ്രതിഷേധ സമരം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പുരോഗമിക്കുന്ന പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മണ്ണിടിച്ചിൽ. റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിന് മണ്ണെടുത്ത ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് വനിതാ ഹോസ്റ്റലിൽ നഗ്നതാ പ്രദർശനവും അക്രമവും നടത്തിയ പ്രതികൾ പിടിയിൽ. പാരിപ്പള്ളി സ്വദേശികളായ സുജിത്, അനിൽ എന്നിവർ പിടിയിലായി. കൊല്ലം പുനലൂരിൽ കഞ്ചാവ് കൈവശം വെച്ചതിന് 4 യുവാക്കൾ അറസ്റ്റിൽ. പിടിയിലായത് പിറവന്തൂർ സ്വദേശികൾ. പ്രതികൾ സഞ്ചരിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്തരിച്ച ചലച്ചിത്ര നടൻ മുരളിയുടെ പിതാവ് ഓടനാവട്ടം ഹരിസദനത്തിൽ P കൃഷ്ണപിള്ള അന്തരിച്ചു. കുടവട്ടൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. പത്തനംതിട്ട ഓമല്ലൂർ പഞ്ചായത്തിൽ കേര നഴ്സറി പ്രവർത്തനം തുടങ്ങി. കേന്ദ്രം തുടങ്ങിയത് മണ്ണാറമല വാർഡിൽ. 2000 വിത്തുതേങ്ങകൾ തയ്യാറാക്കും. പത്തനംതിട്ട വകയാർ വള്ളിക്കോട് റോഡ് നവീകരണത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് BJP. റോഡിലെ വെള്ളക്കെട്ട് മാറ്റുന്നതിന് വിരിച്ച ഇന്റർലോക്ക് കട്ടകൾ ഇടിഞ്ഞു താഴ്ന്നെന്നും ആരോപണം. ചെങ്ങന്നൂർ രാജ്യാന്തര സ്റ്റേഡിയം ഉദ്ഘാടനം അടുത്ത വർഷം ഓഗസ്റ്റിൽ നടത്താൻ കഴിയുമെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. പെരുങ്കുളം പാടത്ത് നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി വിലയിരുത്തി. കോട്ടയം എരുമേലിയിൽ കാട്ടാനശല്യം രൂക്ഷം. വനംവകുപ്പ് സ്ഥാപിച്ച സൗരവേലികൾ തകർന്നു. കാട്ടാനശല്യം രൂക്ഷമായതോടെ കൃഷിയിറക്കാൻ മടിച്ച് കർഷകർ. ഇടുക്കി ആനയിറങ്കലിൽ 14-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ പിടിയിൽ. കോമ്പാറ സ്വദേശി മുകേഷ് പ്രഭുവാണ് പിടിയിലായത്. ഇടുക്കി മുട്ടത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. മുട്ടം സ്വദേശി അജേഷ് കുമാറിനാണ് പരുക്കേറ്റത്. കൊച്ചിയിലെ നിയോ ഫിലിം സ്കൂളിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ പുരസ്കാരം. കച്ചേരിപ്പടി ആശുഭവനിൽ നടന്ന ചടങ്ങിൽ ഹൈബീഡൻ MPയിൽ നിന്നും നിയോ ഫിലിം സ്കൂൾ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ജെയിൻ ജോസഫ് അവാർഡ് ഏറ്റുവാങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫിലിം സ്കൂളാണ് നിയോ ഫിലിം സ്കൂൾ. എറണാകുളം കുമ്പളത്ത് റോഡ് പണിക്കെത്തിച്ച് 22 വീപ്പ ടാർ നശിപ്പിച്ചതായി പരാതി. 1.76 ലക്ഷം രൂപയുടെ നഷ്ടം. തകർന്നു കിടക്കുന്ന ഗോശ്രീ റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വല്ലാർപാടം ജംഗ്ഷനിൽ സായാഹ്ന ധർണ നടത്തി. വല്ലാർപാടം ഫിനിക്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ. കൊച്ചിയിൽ ഗൃഹനാഥനെ വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. പിടിയിലായത് മാലിപ്പുറം സ്വദേശി അബ്ദുൾ സമദ്. തൃശൂർ കയ്പമംഗലത്തെ ലഹരിമരുന്നുമായി 2 പേർ പിടിയിൽ. കൊടുങ്ങല്ലൂർ സ്വദേശി ക്രിസ്റ്റി, പെരിഞ്ഞനം സ്വദേശി സിനാൻ എന്നിവരാണ് പിടിയിലായത്. ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിന്റെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് NCP കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി PA റസാഖ് മൗലവി ഉദ്ഘാടനം ചെയ്തു. ബ്ലഡ് ഡൊണേഴ്സ് കേരള പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാലക്കാട് ഗവൺമെന്റ് ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചായിരുന്നു ക്യാമ്പ്. തൃത്താലയിൽ ITI ആരംഭിക്കുന്നതിനുള്ള താൽക്കാലിക കെട്ടിടം സ്പീക്കർ MP രാജേഷ് സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി. ഈ അധ്യയന വർഷം തന്നെ ക്ലാസുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. പട്ടാമ്പിയിലെ ജനനിധി ധനകാര്യ സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിൽ അന്വേഷണം എങ്ങുമെത്തിയില്ലെന്ന ആക്ഷേപം. നിക്ഷേപക തുകയുമായി ഉടമ മുങ്ങിയതോടെയാണ് ഇടപാടുകാർ പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയത്. ലോക വയോജന ദിനാഘോഷത്തോടനുബന്ധിച്ച് തവനൂർ വൃദ്ധസദനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
തിരൂരിൽ റോഡരികിൽ 30ഓളം കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. എക്സൈസ് നടത്തിയ പരിശോധനയിൽ പറവണ്ണ അരിക്കാഞ്ചിറയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. കോഴിക്കോട് വാണിമേൽ കോടിയുറയിൽ വ്യാജ സ്റ്റീൽ ബോംബ് കണ്ടെത്തി. നാട്ടുകാരാണ് റോഡരികിൽ സ്റ്റീൽ ബോംബിന്റെ മാതൃകയിലുള്ള സ്റ്റീൽ കണ്ടെയ്നർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് നാദാപുരത്ത് ഇരട്ട കുട്ടികളെ കിണറ്റിലെറിഞ്ഞു കൊന്ന മാതാവിനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പേരോട് സ്വദേശിനി സുബിന മുംതാസിനെയാണ് നാദാപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കോഴിക്കോട് തൊണ്ടയാട് ബഹുനില കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നുണ്ടായ അപകടത്തിൽ മരണം 3ആയി. ചികിത്സയിലിരിക്കെ മരിച്ചത് തമിഴ്നാട് സ്വദേശി ഗണേഷ്. മാനന്തവാടി പാരിസ്റ്റൺ എസ്റ്റേറ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി തോട്ടം തൊഴിലാളി ഫെഡറേഷൻ INTUC. ധർണ തൊഴിലാളികളുടെ ദിവസവേതനം 700 രൂപയാക്കണമെന്ന ആവശ്യം ഉയർത്തി. വയനാട് കണിയാരം ഫാദർ GKM ഹൈസ്കൂളിൽ IT ഡിജിറ്റൽ ലാബ് ഒരുക്കി. ലാബ് നിർമ്മാണത്തിനുള്ള തുക സമാഹരിച്ചത് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ. കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിൽ എത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ ഇരിട്ടിയിൽ UDF പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചിരുന്നു. കാസർഗോഡ് ചീമേനി എസ്റ്റേറ്റിന്റെ കീഴിലെ 575 ഏക്കർ ഭൂമി സോളാറിനും മറ്റു പദ്ധതികൾക്കുമായി നൽകുന്നതിൽ പ്രതിഷേധം. പ്ലാന്റേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം INTUC ജില്ലാ ജനറൽ സെക്രട്ടറി TV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. 15 വർഷം പിന്നിട്ട വാഹനങ്ങൾ പൊളിച്ചു നീക്കണമെന്ന തീരുമാനം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. മോട്ടോർ വ്യവസായ സംരക്ഷണ സമിതി കാഞ്ഞങ്ങാട് മുഖ്യ തപാൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കാസർഗോഡ് നഗരസഭാ പരിധിയിലെ പൊതു ശൌചാലയങ്ങളുടെ ശുചിത്വം സംബന്ധിച്ച് പരാതി നൽകാനുള്ള QR കോഡുകൾ സ്ഥാപിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ പൊതു ശൌചാലയത്തിൽ നഗരസഭാധ്യക്ഷൻ VM മുനീർ QR കോഡ് പതിച്ചു. ഇന്ത്യയിലെ കോവിഡ് വാക്സിനേഷൻ നിരക്ക് 89.67 കോടി കവിഞ്ഞു. ഇന്ന് 62 ലക്ഷത്തിലധികം പേർക്ക് കോവിഡ് വാക്സിൻ ഡോസുകൾ നൽകിയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ സന്ദർശിച്ച് ബോളിവുഡ് നടി കങ്കണ റണാവത്ത്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ നടി പ്രശംസിച്ചു. ദുബായ് എക്സ്പോ 2021 അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ UAE സൗഹൃദം ദൃഢമാകുന്നതിന് എക്സ്പോ വഴിയൊരുക്കുമെന്ന് പ്രത്യാശ പങ്കുവച്ച് പ്രധാനമന്ത്രി. കിഴക്ക് ലഡാക്കിൽ സന്ദർശനം നടത്തി കരസേനാ മേധാവി. മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തി. IPL കൊൽക്കത്തയ്ക്കെതിരെ പഞ്ചാബ് കിങ്സിന് 166 റൺസിന് വിജയലക്ഷ്യം. ആർഷ്ദീപ് സിംഗിന് 3 വിക്കറ്റ്.